ഗുരുരാജ്യം RCM എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ആ ഒരു ഭാഗ്യം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് TCG എന്ന മഹാനായ വ്യക്തിയുടെ ഒരു ഇത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിനെ നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് മറ്റെല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് ഞാൻ എന്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബിക്കോസ് ടൈം ഇവിടെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 3 പേർക്കാണ് സെഷൻ ചെയ്യാനുള്ളത്. അപ്പൊ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ കുറച്ച് പ്രോഡക്ട്സ് പറയാന്നുള്ളതാണ്. എന്റെ സെഷൻ FMCG പ്രോഡക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് FMCG പ്രോഡക്ട്സ് ആണ്. എല്ലാവർക്കും അറിയാം, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്നാണ് FMCGയുടെ നമുക്കൊരു ഫുൾ ഫോം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമ്മളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ നമുക്ക് ഡേ എൻഡ് ചെയ്യുമ്പോൾ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് എല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരിഗോ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ആണ്. അത് നമുക്കറിയാം നാച്ചുറൽ വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് ആണ്, ഫ്ലൂറൈഡേറ്റഡ് അല്ല ടൂത്ത് പേസ്റ്റ്. അതിൽ മറ്റുള്ള പേസ്റ്റുകളെ അപേക്ഷിച്ച് ഫ്ലൂറൈഡോ ജെലാറ്റിനോ എല്ലുപൊടിയോ നിക്കോട്ടിനോ ഒന്നും തന്നെ ഇല്ല. അത്രയും അഷുറൻസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും ഉപയോഗിക്കുന്നവർക്ക്. അത് നമ്മളെല്ലാം ഉപയോഗിച്ച് അതിന് റിസൾട്ട് കണ്ടതുമാണ്. മെയിൻ ആയിട്ട് അതിലുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ആര്യവേപ്പിന്റെ സത്തും ഗ്രാമ്പൂവും ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രാമ്പൂ പല്ലുവേദന ഒഴിവാക്കാനും മോണയില് രക്തസ്രാവം ഇല്ലാതിരിക്കാനും കാവിറ്റീസ് വരാതിരിക്കാനും അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി, ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് സെൻസിറ്റിവിറ്റി. തണുത്തതോ ചൂടുള്ളതോ ആയിട്ടുള്ള അല്ലെങ്കിൽ മധുരം കൂടുതലുള്ളതാണെങ്കിലൊക്കെ കഴിക്കുമ്പോൾ പല്ല് പുളിക്കുക എന്നുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഗ്രാമ്പൂ എന്നുള്ള ഒരു ഇൻഗ്രീഡിയന്റ്. അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളതാണ് ഗ്രാമ്പൂ. അതുപോലെ പെയിൻ, വേദന കുറയ്ക്കാനായിട്ട് ഉള്ള ആ ഒരു ഗുണവും കൂടെ ഗ്രാമ്പൂവിനുണ്ട്. അതുപോലെ ആര്യവേപ്പിന്റെ സത്ത് ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ബാക്ടീരിയകൾ കളയാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് വേപ്പ്. അതുപോലെ തന്നെ നമ്മളുടെ ഫുഡ് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ചിലർക്കെല്ലാം പല്ലിനിടയിൽ പോകുന്ന അല്ലെങ്കിൽ പല്ലിന് നന്നായി ബ്രഷ് ചെയ്തില്ലെങ്കിൽ അതെല്ലാം പറ്റിപ്പിടിച്ചിരുന്ന അത് പ്ലേക്ക് ഒക്കെ ആയിട്ട് വരാറുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം മാറ്റാനായിട്ട് ഈ പേസ്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബാഡ് ബ്രീത്ത് ഇല്ലാതായിട്ട് വയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അതുപോലെ ആന്റി കാവിറ്റി, നമുക്ക് പോടുകൾ വരാതിരിക്കാനായിട്ട് പതിവായിട്ട് നമ്മുടെ ഹെർബൽ പേസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോടുകൾ വരാതിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ പല്ല് നല്ല ഭംഗിയായിട്ട് എനാമലിന്റെ മോണേനെയും ഒക്കെ നല്ലപോലെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായ നാച്ചുറൽ ആയിട്ടുള്ള എൻസൈം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല്ലുകൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ നല്ല വെണ്മയുള്ളതാക്കിയിട്ട് മാറ്റാനായിട്ടും നമ്മളുടെ ഈ പേസ്റ്റിന് സാധിക്കും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു പ്ലേക്ക് അല്ലെങ്കിൽ ടാറ്റ അത് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെയിലി യൂസിൽ നമുക്ക് ഇതെല്ലാം ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രഷ്നെസ് ബാക്ടീരിയകൾ ഇല്ലാതാക്കുന്നുണ്ട്. അതുപോലെ ഉമിനീർ ഗ്രന്ഥികൾ ഉത്തേജിപ്പിക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയാ സലൈവ നമുക്ക് ഇല്ലാതെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായ് ഡ്രൈ ആയി പോവും. അന്നേരം നമുക്ക് ബാഡ് ബ്രെത്ത് ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് സാധ്യതയല്ല, അത് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉമിനീർ ഗ്രന്ഥികളെയൊക്കെ ഉത്തേജിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബാഡ് ബ്രീത്ത് ഇല്ലാതെയും ദിവസം മുഴുവൻ ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ടും സാധിക്കുന്നതാണ്. ഇത് എന്തുകൊണ്ട് നമ്മൾ എടുക്കണം, വാങ്ങിക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കണം എന്നുള്ളതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല്ലിന്റെ ഹെൽത്ത് തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഏറ്റവും ഗുണനിലവാരമുള്ള രീതിയിലാണത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളതും അതിന്റെ ഏറ്റവും എന്താ പറയാ എല്ലാവിധ ശുചിത്വ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഈ പേസ്റ്റിന്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കി അത് ഉപയോഗിപ്പിക്കാനുള്ള ഒരു ഏറ്റവും ആ ഒരു ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് മാർക്കറ്റിൽ പേസ്റ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കോൾഗേറ്റ് ഹെർബൽ പേസ്റ്റ് ആയിട്ടാണ് ഞാൻ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഹെർബൽ പേസ്റ്റിന് മാർക്കറ്റ് റേറ്റ് 100 ഗ്രാമിന് 93 rupees ആണ് വരുന്നത്. നമ്മളുടെ ഹെർബൽ പേസ്റ്റിന് വരുന്നത് ഓൺലി മാർക്കറ്റ് റേറ്റ് 65 rupees ആണ്. അപ്പോൾ ഒരു പേസ്റ്റിൽ മാത്രം നമുക്ക് ഒരു 28 രൂപ ലാഭമാണ് മറ്റുള്ള പേസ്റ്റും പുറത്തുനിന്നുള്ള പേസ്റ്റും നമ്മളുടെ പേസ്റ്റും തമ്മിൽ വ്യത്യാസം വരുന്നത്. 28 rupees എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. നമ്മൾ ആകെ മൊത്തത്തിൽ കുറെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 28 rupees ഒരു ചെറിയ തുകയല്ല എന്തായാലും. നെക്സ്റ്റ് നമ്മളുടെ ഒരു ഹെർബൽ പേസ്റ്റ് ഓൾറൗണ്ടർ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ രാത്രിയിൽ ഉപയോഗിക്കുന്ന പേസ്റ്റ് ആണ്. അത് ഫ്ലൂറിഡേറ്റ് ചെയ്യാത്തൊരു ടൂത്ത് പേസ്റ്റ് ആണ്.
കാവിഗോ ഓൾറൗണ്ടഡ് ഹെർബൽ ടൂത്ത് പേസ്റ്റ് നമ്മുടെ പല്ലിന് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ പരമ്പരാഗതമായ ഹെർബൽ ചേരുവകളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലസ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പുതിന വെച്ച് നമുക്ക് വായനാറ്റം അല്ലെങ്കിൽ പല്ലുവേദന ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലെ നേരത്തെ ഹെർബൽ പേസ്റ്റിൽ പറഞ്ഞ പോലെ ഗ്രാമ്പൂ ഉണ്ട്. ഗ്രാമ്പൂ ആന്റി ബാക്ടീരിയൽ ആണ്, വേദന സംഹാരിയുള്ള ഗുണങ്ങളുണ്ട്. അതുപോലെ മോണയിൽ രക്തസ്രാവം ഇല്ലാതെ കാവിറ്റി ഇല്ലാതെയൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നത് ഗ്രാമ്പൂവിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലെ കർപ്പൂരം ഓറൽ കാവിറ്റിയിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വർദ്ധിപ്പിച്ച് മോണകളെ പല്ലിനെയൊക്കെ അതിന്റെ റൂട്ട്സ് ടീത്തിന്റെ റൂട്ട്സ് ഒക്കെ വന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വെക്കാനും അതിനെ പോഷിപ്പിച്ച് ഹെൽത്തി ആയിട്ട് വെക്കാനും നമ്മുടെ വായല് ബാഡ് സ്മെൽ ഇല്ലാതെ വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കർപ്പൂരം. അതുപോലെ കറുവപ്പട്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ്. അത് വായുടെ ആരോഗ്യവും നല്ല വൃത്തിയായിട്ട് വെക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ അകൽക്കര സത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അത് ആ ഇൻഗ്രീഡിയന്റ് വന്നിട്ട് നമ്മുടെ മോണയെയും താടിയെല്ലുകളൊക്കെ സ്ട്രോങ് ആയി വെക്കുകയും പല്ലുകൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. മോണയൊക്കെ നമ്മുടെ ഗമ്മൊക്കെ ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ തന്നെ നമ്മൾ നമ്മുടെ പല്ല് ഇളകാതെ ചിലർക്കൊക്കെ പല്ലൊക്കെ ഇങ്ങനെ ഇളകി പെട്ടെന്ന് പോകുന്ന രീതി വരാറുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാതെ വെക്കാനായിട്ട് ഈ ഇൻഗ്രീഡിയന്റ് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെയാണ് ആലം. ആലം എന്ന് പറയുമ്പോൾ ആസ്ട്രിജൻ ആണ്, ആന്റി ബാക്ടീരിയൽ ആണ്. ആ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പല്ല് ദന്തക്ഷയം ഇല്ലാതിരിക്കാനും മോണരോഗങ്ങൾ ഇല്ലാതിരിക്കാനൊക്കെ നമ്മളെ ഹെൽപ്ഫുൾ ആണ് ആലം കണ്ടന്റ്. അതുപോലെ വാൾനട്ടിന്റെ പുറത്തൊലി അത് മോണയിലെ വീക്കം കുറയ്ക്കുകയും പല്ലുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ മെന്തോളാണ് നെക്സ്റ്റ് ഒരു ഇൻഗ്രീഡിയന്റ്. അത് നമ്മുടെ മൗത്ത് റിഫ്രഷ് ചെയ്യാനായിട്ട് ശ്വാസം എപ്പോഴും ഫ്രഷ് ആയിട്ട് വെക്കാനായിട്ടും പല്ലുകളെ വെളുപ്പിക്കാനായിട്ടും ഒക്കെ പല്ലുകളെ കാവിറ്റീസ് ഒക്കെ ഇല്ലാതാക്കാനായിട്ടും സഹായിക്കുന്നതാണ് മെന്തോളിന്റെ കണ്ടന്റ്. അപ്പം എല്ലാ തരത്തിലും നമുക്ക് മൗത്ത് ഏറ്റവും വൃത്തിയായിട്ട് വെക്കാനായിട്ട് ബാഡ് ബ്രെത്ത് ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ട് വെക്കാനും പല്ലുകൾ നല്ല ഭംഗിയുള്ളതാക്കി വെക്കാനൊക്കെ ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും. അതുപോലെ ഒരു വീട്ടിലിപ്പം പ്രായമായവർക്ക് ഒരു പേസ്റ്റ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു പേസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ വെക്കുന്ന വീടുകളാണ് നമ്മൾ പല സ്ഥലത്തും. നമ്മളും മുൻപ് ആർക്കെങ്കിലും വരുന്നതിന് മുൻപ് ഇതിന്റെ ഗുണങ്ങൾ അറിയുന്നതിന് മുൻപ് ഒരുപക്ഷെ നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് ഇത്തരം ഒരു പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പേസ്റ്റ് ആണ് നമ്മുടെ ഈ ഓൾറൗണ്ടർ പേസ്റ്റ്. അതേപോലെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ മാനദണ്ഡങ്ങളും ശുചിത്വ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മുടെ പേസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. അതേപോലെ നമ്മൾ ഈ സെൻസിറ്റിവിറ്റി റിലീഫ് ടൂത്ത് പേസ്റ്റ് പുറത്ത് നമ്മൾ കൂടുതലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നത് സെൻസോഡൈൻ ആയിരിക്കും. അതിനൊരു 100 ഗ്രാമിന്റെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 125 ആണ്. നമ്മളുടെ മാർക്കറ്റ് റേറ്റ് സെൻസിറ്റിവിറ്റി റിലീഫ് ടൂത്ത് പേസ്റ്റിന് നമ്മുടെ കാവിഗോന്റെ ടൂത്ത് പേസ്റ്റിന് വരുന്നത് 70 rupees ആണ്. അതിനൊരു 55 rupees ഡിഫറൻസ് ആണ് മാർക്കറ്റിലുള്ള ഏറ്റവും നല്ലൊരു പേസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ പേസ്റ്റ് തമ്മിൽ വരുന്നത്. അഗെയിൻ നമുക്ക് അവിടെ നല്ലൊരു ലാഭമാണ് അല്ലെ വരുന്നത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ. നെക്സ്റ്റ് നമ്മുടെ ഒരു പേസ്റ്റ് പോലെ തന്നെ നമുക്ക് പൗഡർ ഉണ്ട്, ദന്തമഞ്ചൻ പൗഡർ ഉണ്ട് കാവിഗോന്റെ. അത് പൽപ്പൊടിയാണ്. ഏറ്റവും ഈ പേസ്റ്റിലുള്ള പോലെ തന്നെ എല്ലാ ക്വാളിറ്റീസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്, ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗുണങ്ങളും നമുക്ക് ഇതിൽ അഷ്യൂർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പൗഡറും പേസ്റ്റും എന്നുള്ള ഒരു വ്യത്യാസമാണ് നമുക്ക് മെയിൻലി എടുത്തു പറയുന്നത്. ഇതിലും ഔഷധ സസ്യങ്ങളുടെ മിശ്രിതങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പല്ലുകളെ മോണകളെയൊക്കെ ശക്തിപ്പെടുത്തുന്നതിനും പിന്നെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളോട് കൂടിയ പൗഡറാണ്. നമ്മളുടെ ബ്രീത്ത് നല്ല രീതിയിൽ ശ്വസനം പുതുമയുള്ളതാക്കാനും ഫ്രഷ് ആയിട്ട് വെക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ് നമ്മുടെ പൽപ്പൊടി. അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 22 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ആര്യവേപ്പ്, ചുക്ക്, കുരുമുളക്, ഗ്രാമ്പൂ, പടികാരം, നെല്ലിക്ക, കാരുമ്പ്, പുതിന, അയമോദകം, കർപ്പൂരം, കറുവപ്പട്ട, താനിക്ക, മഞ്ഞ ഹരിതയ്ക്ക്, കറുത്ത ഏലം, ഇന്ദുപ്പ്, അങ്ങനെ ഒരു 22ഓളം ചേരുവകൾ അടങ്ങിയതാണ് നമ്മുടെ ദന്തമഞ്ചൻ പൗഡർ. അത് നമുക്ക് പേസ്റ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞ പോലെ മോണകളും പല്ലുകളൊക്കെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ നിർത്താനായിട്ട് പറ്റും. അതുപോലെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് രോഗാണുക്കളെ ചെറുക്കാനായിട്ട് സാധിക്കും. പല്ലുവേദന ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നുണ്ട്. വായ്നാറ്റം അകറ്റി പല്ലുകൾക്ക് തിളക്കം നൽകുന്നുണ്ട്. അതിനെ നമ്മൾ മാർക്കറ്റിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡാബറിന്റെ ദന്തമഞ്ചനുമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്തിരിക്കുന്നത്. 100 ഗ്രാം മാർക്കറ്റ് റേറ്റ് അവരുടെ വരുന്നത് 70 rupees ആണ്. നമ്മളുടെ ദന്തമഞ്ചൻ 100 ഗ്രാം വരുന്നത്
56 രൂപയാണ് വരുന്നത്. അവിടെ ഒരു 14 റുപ്പീസിന്റെ ഏത് പ്രോഡക്റ്റ് എടുത്താലും മാർക്കറ്റിലെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മളുടെ റേറ്റ് ഏറ്റവും കുറവാണ്. ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് അതിനേക്കാൾ മികച്ച ക്വാളിറ്റിയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബ്രഷിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും കോഫി അല്ലെങ്കിൽ ടീ എന്ന് പറയുന്ന ഒരു ഇതാണ്. കോഫി അഡിക്ഷൻ ഉള്ളവരുണ്ടാവാം, ടീ അഡിക്ഷൻ ആയിട്ട് ഉള്ളവരും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് നമ്മളുടെ സ്വച്ഛ ഇൻസ്റ്റന്റ് കോഫി എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി നമുക്ക് നമ്മളുടെ കോഫി എക്സ്പീരിയൻസിന് ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് തരാൻ പറ്റുന്നതാണ് നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി എന്ന് പറയുന്നത്. മാർക്കറ്റിലെ ഏറ്റവും നല്ല ഇൻസ്റ്റന്റ് കോഫി ആയിട്ട് കമ്പയർ ചെയ്യാൻ തന്നെ പറ്റുന്ന ഒരു കോഫിയാണ്. ഭയങ്കര ഞാനൊക്കെ ഒരു കോഫി അഡിക്ഷൻ ഉള്ള ഒരാളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോഫി ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്ത ഒരു കോഫിയാണ് നമ്മുടെ കോഫിയിലേക്ക്. അതുപോലെ ഇതൊരു ഇൻസ്റ്റന്റ് കോഫി 100% ശുദ്ധമായ കാപ്പിക്കുരുവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മളുടെ ഒരു ഇന്ത്യയിൽ ഏക ചിക്കറി ചേർക്കാത്ത ഒരു 100% കോഫി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതുപോലെ അതിന്റെ രുചി നിലനിർത്താനായിട്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് ഇതിനെ ഒരു ഗ്രാന്യൂൾ രൂപത്തിലേക്ക് അല്ലെങ്കിൽ അഗ്ലോമറേറ്റഡ് ഗ്രാന്യൂൾ ആക്കിയിട്ട്, അതാണ് ആ ഫോമിനെ പറയുന്നത്. അതായത് ചെറിയ ചെറിയ തരികളാക്കിയിട്ട് ഒരു ചെറിയൊരു ജാറിൽ നല്ല രീതിയിൽ തന്നെ അത് പ്രിസർവ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. ആ ഒരു അതിന്റെ ഫ്രഷ്നെസ് പോവാതിരിക്കാനാണ് ഏറ്റവും ഹൈ ക്വാളിറ്റി ജാറിൽ തന്നെയാണ് നമുക്കത് തരുന്നത്. പിന്നെ നമുക്ക് അതിന്റെ ഒരു മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാർക്കറ്റ് റേറ്റ് ബ്രൂ ഇൻസ്റ്റന്റുമായിട്ടാണ് ഞാനത് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഒരു 50 ഗ്രാം ബ്രൂ ഇൻസ്റ്റന്റിന് 270 റുപ്പീസ് ആണ് മാർക്കറ്റ് റേറ്റ് വരുന്നത്. നമ്മളുടെ ഇൻസ്റ്റന്റ് കോഫി വരുന്നത് 50 ഗ്രാമിന് 221 ആണ് വരുന്നത്. 49 റുപ്പീസിന്റെ ഒരു ഡിഫറൻസ് അവിടെ നമുക്കുണ്ട്. ബെസ്റ്റ് ക്വാളിറ്റി കോഫിയാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ നമുക്കൊരു 49 റുപ്പീസ് നമുക്ക് കുറവ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതിൽ നല്ല ക്വാളിറ്റി ഉള്ള കോഫി. എഗെയിൻ നമുക്ക് തേയില ചായ ഇഷ്ടമുള്ളവർക്ക് ആണെങ്കിൽ നമ്മുടെ സ്വച്ഛ പോപ്പുലർ സ്ട്രോങ് ടീ ഉണ്ട്, ഗ്രീൻ പാക്കറ്റിൽ വരുന്നതാണ്. അത് ഒരു ചായ കുടിച്ച ഒരു ദിവസം തുടങ്ങുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലെ. ഒരു ചൂട് ചായയും ഒക്കെ ആയിട്ട് രാവിലെ തന്നെ ഒരു പേപ്പറൊക്കെ വായിക്കാൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റീചാർജ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും ഒരു ഡേ ഫുൾ നമ്മൾ റീചാർജ് ആവാനായിട്ട് ഒരു കപ്പ് ഓഫ് ടീ നല്ലതാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ നല്ല തേയില തോട്ടത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് തരുമ്പോ അതിന്റെ സുഗന്ധവും അല്ലെങ്കിൽ രുചിയും കടുപ്പവും നിറവും ഒക്കെ കറക്റ്റ് പ്രപ്പോർഷനിൽ കിട്ടുന്നുണ്ട്. കാരണം അത് 50 വർഷത്തിലേറെ വൈദഗ്ധ്യമുള്ള പരിചയസമ്പന്നരായിട്ടുള്ള ടീ ടേസ്റ്റർമാരാണ്. അത് കുറെ പരീക്ഷണങ്ങളിലൂടെയാണ് അത് പോയിട്ടാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് ആ തേയില നമുക്ക് തരുന്നത്. അതിന് കൃത്യമായിട്ടുള്ള കടുപ്പമുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ പാക്ക് ചെയ്തിട്ട് ആണ് നമുക്ക് അത് ബൈൻഡിങ്ങും പാക്കിംഗ് സമയത്തൊന്നും നമുക്ക് നമ്മുടെ ഹാൻഡ്സ് ഒക്കെ ആരുടെ മനുഷ്യരുടേതായിട്ടുള്ള ഒരു ഇതുകളും അവിടെ ഒരു ടച്ച് ചെയ്യാത്ത രീതിയിൽ അതാണ് നമുക്ക് തരുന്നത്. അതായത് ബൈൻഡിങ്ങും പാക്കിങ്ങും ഒക്കെ ഓട്ടോമാറ്റിക് മെഷീൻ വഴിയാണ് ചെയ്യുന്നത്. വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് നമ്മുടെ നിർമ്മാണങ്ങളെല്ലാം നടക്കുന്നത്. എല്ലാ GMP സർട്ടിഫിക്കേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് നടന്നിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ അടുത്തത് നമ്മളുടെ സ്വച്ഛ പ്രീമിയം ടീ ആണ്. അത് കുറച്ചും കൂടെ ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു തേയിലയാണ്. അതായത് നമുക്ക് പാൽ ചായക്കൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ്. അത് യൂസ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. നമ്മളെല്ലാവരും അത് യൂസ് ചെയ്യുന്നതാണ്. ചായ പ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ് നമ്മുടെ പ്രീമിയം ടീയുടേത്. അസമിലെ ഏറ്റവും മികച്ച തേയിലത്തോട്ടത്തിൽ തന്നെ എടുക്കുന്ന ഏറ്റവും മികച്ച രീതിയിലുള്ള തേയിലയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഒരു ദിവസത്തെ മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു രീതിയിലുള്ള കടുപ്പവും സുഗന്ധവും അല്ലെങ്കിൽ നിറവും ഒക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു തേയിലയാണ്. ഓരോ സിപ്പിലും നമുക്ക് ആ പ്രീമിയം തേയിലയുടെ അല്ലെങ്കിൽ പ്രീമിയം ചായയുടെ രുചി നമുക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ പ്രീമിയം തേയിലയുള്ളത്. അത് നല്ല രീതിയിൽ അതിന്റെ ഒരു എന്താ പറയാ ഹൈ ക്വാളിറ്റി ഉള്ള ടീ ലീവ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്തും ഇമ്മ്യൂണിറ്റിയും അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ നമ്മുടെ മൂഡ് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ നല്ല ടേസ്റ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീ ആയതുകൊണ്ട് തന്നെ ഓരോ സിപ്പിലും നമുക്ക് ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഏത് ഒക്കേഷനും നമുക്ക് ഇത്തരം ഒരു ചായ കൊടുക്കാനായിട്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാനായിട്ട് സ്നേഹത്തോടെ കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ഈ പ്രീമിയം ടീ
രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു കപ്പ് ഓഫ് ടീ പോലെയാണ് അല്ലെ. ശരിക്കും എങ്ങനെയാണോ അത് നമ്മൾ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത്, അത് ആ രീതിയാണ് ശരിക്കും നമ്മളുടെ ഒരു ചായ എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണോ അത് ടേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത്, അതായത് തേയില ഇട്ട് നമ്മൾ വെള്ളം വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ തേയില ഇട്ട് വയ്ക്കാം, എങ്കിൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് എല്ലാം അതിലേക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ അതുപോലെ നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ എല്ലാവർക്കും അത് ഹാപ്പിനെസ് കൊടുക്കാനായിട്ട് ആ ഒരു കപ്പ് ഓഫ് ടീയിൽ നിന്ന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ ലിപ്റ്റൺ ടീ ആയിട്ടാണ് നമുക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. ലിപ്റ്റൺ ടീ ഏറ്റവും ഹൈ ക്വാളിറ്റി ടീ ആണ്, പ്രീമിയം ടീ ആണ്. അതൊരു 500 ഗ്രാമിന് മാർക്കറ്റ് റേറ്റ് വരുന്നത് 1020 ആണ് വരുന്നത്. നമ്മുടെ സ്വച്ഛ പ്രീമിയം ടീ എന്ന് പറയുന്നത് ലിപ്റ്റനേക്കാൾ ഒരു പടി മികച്ചത് എന്ന് തന്നെ പറയാവുന്നതാണ്. അതിന് നമുക്ക് 500 ഗ്രാംസിന് 300 rupees ആണ് വരുന്നത്. അവിടെ നമുക്കൊരു 720 rupeesന്റെ 720 രൂപയുടെ വ്യത്യാസമാണ് ലിപ്റ്റൺ ടീയും നമ്മുടെ സ്വച്ഛ പ്രീമിയം ടീയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അഗെയിൻ നമ്മള് അടുത്തത് നമ്മളുടെ സ്വച്ഛ അയഡൈസ്ഡ് സോൾട്ട് ആണ്. അത് ഒരു ട്രിപ്പിൾ റിഫൈൻഡ് അയഡൈസ്ഡ് സോൾട്ട് ആണ് നമ്മുടെ ഏതൊരു വിഭവത്തിനും രുചി കൂട്ടാൻ പറ്റുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഉപ്പാണ് നമ്മളുടെ ഉള്ളത്. അതായത് വെളുത്ത് പരൽ രൂപത്തിലുള്ളത് ഫ്രീ ഫ്ലോ ആയതുമാണ് നമ്മളുടെ ഉപ്പിന്റെ ഒരു ഏറ്റവും മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് ഫ്രീ ഫ്ലോ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ കറികളിൽ ഏത് ഡിഷിലാണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അയഡിൻ സമ്പുഷ്ടമാണ് നമ്മളുടെ ഉപ്പ്. 1 കിലോഗ്രാം ഓഫ് നമ്മളുടെ ഉപ്പില് 15 മില്ലിഗ്രാം ഓഫ് അയഡിൻ ആണ് അടങ്ങിയിട്ടുള്ളത്. അത് നമ്മുടെ അയഡിൻ നല്ല പോലെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തൈറോയിഡിന്റെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡൈജഷൻ ഒക്കെ കറക്റ്റ് ആക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഹൈഡ്രേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇതൊരു നേച്ചുറൽ പ്രിസർവേറ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ബ്രെയിൻ കുട്ടികളുടെയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ ഗ്രോത്തും കുട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ ആ സപ്പോർട്ട് ബ്രെയിൻ ഡെവലപ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ റിഫൈൻഡ് ആൻഡ് ഹൈജീനിക് ക്ലീൻ ആയിട്ടും യൂണിഫോം ആയിട്ടും സേഫ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളുടെ ഉപ്പ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് അല്ലെങ്കിൽ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാത്തരം ഡിഷുകളും പ്രിപ്പയർ ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപ്പാണ് നമ്മളുടെ സ്വച്ഛ ട്രിപ്പിൾ റിഫൈൻഡ് സോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഫ്രീ ഫ്ലോയിങ് ആണ്. അതുപോലെ ഡെയിലി ന്യൂട്രീഷണൽ സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. ഒരു ചെറിയ എമൗണ്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കൂടെ അത് കറക്റ്റ് ആയിട്ട് നമ്മളുടെ അയഡിന്റെ കണ്ടന്റ് വരുന്നത് കൊണ്ട് തന്നെ ഒരു ഡെയിലി ന്യൂട്രീഷൻ സപ്പോർട്ട് ആയിട്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ കെയർഫുള്ളി പ്രോസസ് ചെയ്തതും പാക്ക് ചെയ്തതുമാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ ദീർഘകാലത്തേക്ക് അതിന്റെ ഗുണനിലവാരം നിലനിർത്തുന്നതിനായിട്ട് ഈർപ്പമൊന്നും വരാത്ത രീതിയിൽ പാക്കേജിംഗ് ഒക്കെ വളരെ നല്ല രീതിയിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് എല്ലാ GMP മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് പാക്കിംഗ് ഒക്കെ നടത്തുന്നത്. ശരിക്കും നമ്മുടെ ടാറ്റ റിഫൈൻ അയോഡൈസ് സോൾട്ടിന്റെ കൂടെയാണ് ഞാനത് കമ്പയർ ചെയ്തിരിക്കുന്നത്. 1 കിലോ മാർക്കറ്റ് പ്രൈസ് വരുന്നത് 58 ആണ് ടാറ്റയുടെ വരുന്നത്. നമ്മളുടെ ട്രിപ്പിൾ റിഫൈൻഡ് അയോഡൈസ് സോൾട്ടിന് വരുന്നത് 28 രൂപയാണ്. അതായത് നമ്മളുടെ ഒരു പാക്കറ്റ് ഉപ്പിനേക്കാൾ നമ്മളുടെ 2 പാക്കറ്റ് വാങ്ങിക്കുന്ന വിലയുണ്ട് അവിടെ 1 പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെ, അത്രയും വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് മേക്കർ ആണ് നമ്മളുടെ ഒരു ഹെൽത്തി അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള നമ്മളുടെ ഒരു കുക്കിംഗ് രീതിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ സ്വച്ഛ റിഫൈൻഡ് അയോഡൈസ് സോൾട്ടിനെ എടുക്കാൻ പറ്റുന്നതാണ്. അടുത്തത് ഞാൻ മൾട്ടിഗ്രെയിൻ ആട്ടയാണ്. നമ്മുടെ സ്വച്ഛ മൾട്ടിഗ്രെയിൻ ആട്ട 12 എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. 12 ചേരുവകളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. സമ്പൂർണ്ണമായിട്ടുള്ള ഗോതമ്പ് പൊടിയുണ്ട്, ഓട്സ് മാവുണ്ട്, രാജ്ഗീര പൊടിയുണ്ട്, ഉലുവ പൊടി, കടലപ്പൊടി, സോയ മാവ്, അതുപോലെ സോയ ഹൈലി റിഫൈൻഡ് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ ഉണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ട്, പിന്നെ വാട്ടർ കാൽഷ്യം, അതായത് നമ്മളുടെ ഒരു മലയാളത്തിൽ ഗൂഗിളിൽ വരുന്നത് കരിപ്പോല എന്നാണ് പറയുന്നത്. പിന്നെ ചോളത്തിന്റെ മാവ്, ഗോതമ്പ് നാരുകള്, ഗോതമ്പ് തവിട്, ഇതെല്ലാമാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. നമ്മുടെ സ്വച്ഛ മൾട്ടിഗ്രെയിൻ ആട്ട എന്ന് പറയുന്നത് ചക്കി ഗ്രൗണ്ട് ആട്ടയാണ്. അതായത് അത് പൊടിക്കുന്നത് അത് 2 സ്റ്റോൺ ഡിസ്കുകളുടെ ഇടയിൽ വെച്ചിട്ടാണ് ഈ ഗോതമ്പിന്റെ ഇത് പൊടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പൊടികൾ ഉണ്ടാക്കുന്ന രീതിയിൽ അത് മില്ലിലല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ പ്രകൃതിദത്തമായ എണ്ണയോ അല്ലെങ്കിൽ പോഷകങ്ങളോ ഒന്നും നമ്മളുടെ ചക്കി ഗ്രൗണ്ടിൽ ഇതിൽ പോകുന്നില്ല, മൾട്ടിഗ്രെയിനിന് പോകുന്നില്ല. അത് ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആരോഗ്യകരമായിട്ടും നാരുകൾ കൂടുതലുള്ളതായിട്ടും രുചി ഏറ്റവും മികച്ചതായിട്ട് നമുക്ക് അതുകൊണ്ട് കിട്ടും. ചക്കി ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് കൊണ്ട്
അതുകൊണ്ട് തന്നെ അതുപോലെ ഈ ഇത്രയും ചേരുവകൾ ചേരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആട്ടയ്ക്ക് പ്രത്യേക രുചിയും അതേപോലെ ഇത്രയും ഫൈബർ കണ്ടന്റ് ഒന്നും നഷ്ടപ്പെടാത്തത് കൊണ്ട് ദഹനത്തിനെ അത് നല്ലപോലെ സഹായിക്കുന്നുണ്ട്. ഐസൊലേറ്റഡ് പ്രോട്ടീൻ ഉണ്ട്. ഐസൊലേറ്റഡ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ശുദ്ധീകരിച്ചതും സസ്യാധിഷ്ഠിതമായ പ്രോട്ടീൻ പൊടിയാണ് സോയ പ്രോട്ടീന്റെ. ഇത് കൊഴുപ്പ് നീക്കം ചെയ്ത സോയയുടെ ഇതിൽ നിന്ന് നിർമ്മിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 90% പ്രോട്ടീൻ നമുക്ക് ഈ ഐസൊലേറ്റഡ് പ്രോട്ടീൻ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഏറ്റവും ഹെൽത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഹൃദയ സംരക്ഷണം കിട്ടുന്നുണ്ട്. ഫൈബർ ധാരാളം ഉള്ളത് കൊണ്ട് ദഹനം നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രോട്ടീൻ ധാരാളം കിട്ടുന്നുണ്ട്. അത് നമ്മുടെ പേശികളുടെ സംരക്ഷണത്തിന് നല്ലതാണ്. അതുപോലെ വൈറ്റമിനും മിനറൽസും ധാരാളം ഉണ്ട്. അതുപോലെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനായിട്ടും ഹെൽപ്ഫുൾ ആണ്. ഒമേഗ 3 നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അതും നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നമുക്ക് റൊട്ടികളോ ചപ്പാത്തീസ് അല്ലെങ്കിൽ പൂരി നമുക്ക് ഏത് തരം പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാൻ അറിയോ, നമുക്ക് പരീക്ഷണങ്ങൾ നടത്താവോ, ഏതെല്ലാം ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം നമുക്ക് വളരെ സോഫ്റ്റും ഡെലീഷ്യസും ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളുടെ സ്വച്ഛ മൾട്ടിഗ്രെയിൻ ആട്ട 2 കിലോയ്ക്ക് പാക്കറ്റിന് വരുന്നത് MRP റേറ്റ് 192 ആണ്. നെക്സ്റ്റ് ഞാൻ സ്വച്ഛ ചക്കി ഫ്രഷ് ആട്ടയാണ്. അതും എല്ലാവരും ഉപയോഗിച്ച് അതിന്റെ ടേസ്റ്റ് ഒക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും എന്താ പറയാ, നമുക്ക് ഏറ്റവും മാർക്കറ്റിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആട്ടപ്പൊടിയാണ്. ഏറ്റവും ഗുണനിലവാരമുള്ളൊരു ഗോതമ്പിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ശുദ്ധമായിട്ട് തന്നെ തയ്യാറാക്കുന്ന ഗോതമ്പ് പൊടിയാണ് നമ്മുടെ സ്വച്ഛ ചക്കി ഫ്രഷ് ആട്ട. ഏറ്റവും മികച്ച ഗോതമ്പ് വനങ്ങളിൽ നിന്നാണ് ഏറ്റവും ഗുണനിലവാരമുള്ള ഗോതമ്പ് എടുത്തിട്ടാണ് നമുക്ക് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏറ്റവും പ്രകൃതിദത്തമായ നാരുകളും പോഷകങ്ങളും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് 7 തവണ ശുദ്ധി ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ചക്കി ഫ്രഷ് നമ്മുടെ മുന്നിലേക്ക് പാക്കറ്റുകളിൽ എത്തുന്നത്. തവിട് കളയാതെ ഇടിച്ചു പൊടിച്ച് ഫോർട്ടിഫൈ ചെയ്തിട്ടാണ് നമുക്കത് കിട്ടുന്നത്. പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് തവിട്ട് നിറത്തിലാണ്, വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇടിച്ചു പൊടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആട്ട ചൂടാവുന്നില്ല. അതുകൊണ്ട് ഫൈബറോ പോഷകങ്ങളോ ഒന്നും നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ ഗുണങ്ങളും ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ചക്കി ഫ്രഷ് ആട്ട ഉപയോഗിച്ച് നമുക്ക് എല്ലാ പ്രോഡക്ട്സും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ആരോഗ്യകരമായ ദഹനത്തിനെയും മൊത്തത്തിൽ നമ്മുടെ ഒരു ഓവറോൾ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തരത്തിലുള്ളതാണ് ചക്കി ഫ്രഷ് ആട്ടയിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും. അതുപോലെ തന്നെ തവിടുള്ളതിനെ കൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തി രാവിലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാലും രാത്രി വരെ നമുക്ക് ആ സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു രീതിയിലാണ് നമ്മളുടെ ചപ്പാത്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ആട്ടയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് തവിടുള്ളത് കൊണ്ട്. അതേപോലെ അയണും ഫോളിക് ആസിഡും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ HB കൂടാനും നമ്മുടെ ക്ഷീണം മാറ്റാനും ഒക്കെ ദഹനം വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് ചക്കി ഫ്രഷ് ആട്ട എല്ലാ തരത്തിലും നമുക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാനും നല്ലതാണ്. നമ്മൾ ആശീർവാദ് മാർക്കറ്റിൽ ആശീർവാദ് ചക്കി ഫ്രഷ് ആട്ടയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 കിലോ ചക്കി ഫ്രഷ് ആട്ടയ്ക്ക് 210 രൂപയാണ് വരുന്നത്. നമ്മൾക്ക് 2 കിലോ ചക്കി ഫ്രഷ് ആട്ട 137 രൂപയാണ്. 108 രൂപയുടെ വ്യത്യാസം നമുക്കുണ്ട്. പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഹെൽത്ത് ഗാർഡ് ഓയിൽ, നമ്മൾ അമൃത് എന്ന് പറയുന്ന നമ്മുടെ ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിലാണ്. അത് അരിയുടെ തവിടിൽ നിന്നും ഫിസിക്കലി റിഫൈൻഡ് സംവിധാനത്തിലൂടെയാണ് നമ്മൾ പ്രോസസ് ചെയ്തെടുത്തിട്ടാണ് നമുക്ക് റൈസ് ബ്രാൻ ഓയിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പാചക എണ്ണയാണ് നമുക്ക് ഹെൽത്ത് ഗാർഡ് റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നത്. ഫിസിക്കലി റിഫൈനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള എണ്ണകളൊക്കെ പ്രോസസ് ചെയ്യുന്ന പോലെയല്ല, ഒരു രാസപദാർത്ഥങ്ങൾ കെമിക്കൽസ് ഒന്നും ആസിഡ്സ് ഒന്നും ആഡ് ചെയ്യാതെ നല്ല രീതിയിൽ ശുദ്ധീകരണത്തിൽ ആന്റി ഓക്സിഡന്റുകളൊക്കെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ ഔഷധ ഗുണങ്ങളൊന്നും പോവാതെ ഏറ്റവും നല്ല രീതിയിൽ പ്രിസർവ് ചെയ്തുകൊണ്ട് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന സംവിധാനമാണ് ഫിസിക്കൽ റിഫൈനിങ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ട്രാൻസ്ഫാറ്റ് ഫ്രീ ആണ്. ട്രാൻസ്ഫാറ്റ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹൃദയാഘാത സാധ്യത കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ടുള്ള മരണനിരക്കും കുറയ്ക്കാനായിട്ട് സാധിക്കും. കൊളസ്ട്രോൾ നല്ല രീതിയിൽ നമുക്ക് അതിന്റെ ആ ഒരു പ്രൊഫൈൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. LDL കൊളസ്ട്രോളിനെ കുറച്ച് HDL കൊളസ്ട്രോളിനെ കൂട്ടിക്കൊണ്ട് നമുക്ക് ഈ ഹെൽത്ത് ഗാർഡ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസസ് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ഒബേസിറ്റി കുറയ്ക്കാൻ, ടൈപ്പ് 2 ഡയബറ്റീസ് കുറയ്ക്കാനായിട്ട് സാധിക്കും.
അതുപോലെ ചില ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാർഡിയ അസുഖങ്ങൾ സംബന്ധിച്ച് മരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ഒരു റേറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് ഈ ട്രാൻസ്ഫാറ്റ് ഫ്രീ ആയതുകൊണ്ട് തവിടെണ്ണ നമുക്ക് ഉള്ളിലേക്ക് എടുക്കുന്നത് കൊണ്ട് നമ്മൾ ദിവസവും രാവിലെ തവിടെണ്ണ കുടിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഗുണങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ പാചകത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടും നമുക്ക് അത്തരം ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്ത്, മെന്റൽ വെൽബീയിങ്ങിന് ഒക്കെ നല്ലതാണ്. അതായത് നമുക്കൊരു ഡിപ്രഷൻ ലെവലോ അങ്ങനത്തെ ആങ്സൈറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ ഹൈ സ്മോക്കിംഗ് പോയിന്റ് ആയതുകൊണ്ട്, അതായത് തവിടെണ്ണ പുകയുന്ന ഊഷ്മാവ് എന്ന് പറയുന്നത് 254°C ആണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ് ഫാറ്റി ആസിഡ് ഇല്ലാതെ ഉയർന്ന താപനിലയിൽ നമുക്ക് ചൂട് പാചകം ചെയ്യാനായിട്ട് സാധിക്കും. ഡീപ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സാധാരണ എണ്ണകൾ നമ്മൾ കുറച്ചു നേരം വയ്ക്കുമ്പോഴത്തേക്കും അത് പുകഞ്ഞു പോകാറുണ്ട്. അന്നേരം അത് ട്രാൻസ് ഫാറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ക്യാൻസറസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. അതില്ലാതെ നമുക്ക് നമ്മുടെ തവിടെണ്ണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഈ എണ്ണയ്ക്ക് പ്രത്യേകിച്ച് മണോ അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും ഇല്ലാത്തതിന് നമ്മൾ ഏത് ഭക്ഷണമാണോ പാചകം ചെയ്യുന്നത് അതിന്റെ അതേ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഫ്ലേവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ സ്വാദ് കിട്ടുന്നത് കൊണ്ട് ഈ എണ്ണ നമുക്ക് ധൈര്യമായിട്ട് എല്ലാത്തിനും ഉപയോഗിക്കാം. ഒരു വ്യത്യാസവും ഇല്ലാതെ, ടേസ്റ്റ് ഒന്നും വ്യത്യാസവും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മറ്റെണ്ണയെക്കാളും നമുക്ക് ഒരു 20 to 30% കുറവ് ഉപയോഗിച്ചാലും മതി. കാരണം 1 ലിറ്റർ അവിടെ ഉപയോഗിക്കുമ്പോൾ നമുക്കിതൊരു 750 മില്ലിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും സാധനങ്ങൾ ആ 1 ലിറ്ററിൽ ഉപയോഗിക്കുന്ന ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ അനുസരിച്ച് നമുക്ക് ഒരു 750 മില്ലിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും, എണ്ണ കുടിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ തന്നെ അതിന്റെ സഫ മുഫ കുഫ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ, കൊഴുപ്പിനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതില് ഹെൽത്ത് ഗാർഡ് ഓയില് നമുക്ക് എല്ലാം കൃത്യമായ അളവിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് ചീത്ത കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും സഹായിക്കും. അതുപോലെ നമ്മുടെ ആന്റി ഓക്സിഡൻസ് ആയിട്ടുള്ള, നാച്ചുറൽ ആന്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ടോക്കോഫെറോൾസും ടോക്കോജിനോൾസും ഒറേസനോളും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾക്ക് ശക്തമായ ആന്റി ഓക്സിഡന്റുകളായിട്ട് പ്രവർത്തിച്ച് ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന കേടുപാടുകൾ, അതായത് നമുക്ക് ക്യാൻസേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് ടോക്കോഫെറോൾസും ടോക്കോജിനോൾസും ഹെൽപ്പ് ചെയ്യും. അത് വൈറ്റമിൻ ഇയുടെ വേരിയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൽ വീക്കം, നീര് വരുന്നതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ എയും ഡിയും നല്ലപോലെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കാഴ്ച കൂട്ടാനും, കണ്ണിലൊക്കെ ഒഴിക്കാമെന്ന് പറയാറുണ്ട്. നമ്മൾ 2 തുള്ളി കണ്ണിൽ ഒഴിക്കുന്നത് കാഴ്ച നന്നാവാനായിട്ട് നല്ലതാണെന്ന് പറയാറുണ്ട്. അപ്പം അത് കാഴ്ചയെ നന്നാക്കാനും അസ്ഥികളുടെ ആരോഗ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അതായത് 100 ഗ്രാം എണ്ണയിൽ നമുക്ക് ഒരു മിനിമം 1500 മില്ലിഗ്രാം ഒറിജിനോൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പേറ്റൻസി റിഫൈനിങ്ങിലൂടെയാണ് നമുക്ക് ഹെൽത്ത് ഗാർഡ് ഓയിൽ ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വേറെ ഒരു കമ്പനിക്കും ഈ ഒരു എണ്ണ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഒറിജിനോൾ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ നല്ല രീതിയിൽ, അതായത് ലോ LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്നു, HDL കൊളസ്ട്രോൾ കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. ഹാർട്ടിന്റെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ദൈനംദിന ഉപയോഗത്തിൽ, അതായത് ഫ്രൈ ചെയ്യാനോ, ഡീപ് ഫ്രൈയോ, ഷാലോ ഫ്രൈയോ, ബേക്കിങ്ങോ, ഇങ്ങനെ എന്ത് കാര്യത്തിനും നമുക്ക് പാചകത്തിന് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ വൈറ്റമിൻ ഇ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കോസ്മെറ്റിക്സിൽ, അതായത് സൗന്ദര്യവർദ്ധക വസ്തുക്കളിലോ സൺസ്ക്രീൻ ലോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ തവിടെണ്ണ ഉപയോഗിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. ഒത്തിരി അവാർഡ്സ് കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ തവിടെണ്ണയ്ക്ക്. അതുപോലെ തന്നെ നമുക്ക് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ BRC ഫുഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട്, HACCP സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ട്, ISO 9001-2008 സർട്ടിഫിക്കറ്റ് ഉണ്ട്, കോഷ്യർ ചെക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പുതിയതായിട്ട് നമുക്ക് യൂറോപ്യൻ യൂണിയന്റെ ഫുഡ് സേഫ്റ്റി റെഗുലേഷൻ 43 MCED ആൻഡ് GEയുടെ സർട്ടിഫിക്കേഷനും ഉണ്ട്. അങ്ങനെ 6 സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു ഉത്തമമായ ഒരു ഓയിലാണ് നമ്മുടെ ഹെൽത്ത് ഗാർഡ് റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നത്. നമ്മുടെ കോക്കനട്ട് ഓയിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോക്കനട്ട് ഓയിലിന് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 469 ആണ്. നമ്മുടെ റൈസ് ബ്രാൻ ഓയിലിന് വെറും 262 രൂപയേ ഉള്ളൂ. എത്രയാണെങ്കിലും എങ്ങനെയൊക്കെ നമ്മൾ കോക്കനട്ട് ഓയിൽ നല്ലതാണെന്ന് പറഞ്ഞാലും നമുക്കിപ്പോ കിട്ടുന്ന കോക്കനട്ട് ഓയിൽ ഒട്ടുമേ നല്ലതല്ല. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ഗുണകരവും
ഏറ്റവും ഹെൽത്തി ആയിട്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് നമ്മുടെ ഹെൽത്ത് ഗാർഡ് റൈസ് ബ്രാൻ ഓയിൽ. ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ FMCG പ്രോഡക്ട്സും എല്ലാ പ്രോഡക്ട്സും ഉള്ളത്. അപ്പൊ എല്ലാവരും എല്ലാ പ്രോഡക്ട്സും നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഒരാള് അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരാൾ ഹെൽത്തി എന്ന് പറയുന്നത് അസുഖമില്ല എന്നുള്ളതോ അല്ലെങ്കിൽ അംഗവൈകല്യം ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഓവറോൾ ഹെൽത്ത് എന്ന് പറയുന്നത് അവര് കംപ്ലീറ്റ് ഫിസിക്കലി മെന്റലി ആൻഡ് സോഷ്യലി നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പൊ നമ്മളുടെ ഹാസ്യ പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫിസിക്കലി മെന്റലി ആൻഡ് സോഷ്യലി നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാം എല്ലാവർക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം ആശംസിക്കുന്നു. ഓൾവേസ് സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു. ജയാസിയോ.